വലിയ നേതാക്കൾക്ക് അറസ്റ്റ് വാറണ്ട് വരുമ്പോൾ, ജയിലിൽ കിടക്കേണ്ടി വരുമ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന വരികയും, ഇത് കക്ഷിഭേദമൊന്നുമില്ല കേട്ടോ, എല്ലാ കക്ഷി നേതാക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് ഇബ്രാഹിം കുഞ്ഞ്, അതുപോലെ എം.വി. ജയരാജൻ, അതുപോലെ മുമ്പ് PC ജോർജ്, ഇപ്പോൾ ഹൈക്കോടതിക്ക് കാര്യം ബോധ്യമായിരിക്കും. നമ്മുടെ പാതിവില തട്ടിപ്പ് നേതാവുണ്ടല്ലോ അനന്തകുമാർ, മുഴുവൻ ആസൂത്രണം ചെയ്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും കയ്യിലാക്കിയിട്ടുള്ള അനന്തകുമാറിനെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അനന്തകുമാറിനെ ശിക്ഷിക്കരുതെന്ന് കേന്ദ്ര സർക്കാരിനുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്. ഈ അനന്തകുമാറിനെ ഇപ്പോൾ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതി ചെന്നപ്പോൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഗംഭീരമായൊരു നിരീക്ഷണം വന്നിട്ടുണ്ട്. നാളെ അത് ഹൈക്കോടതി ഇല്ലാതാക്കുമെന്ന് എനിക്കറിയില്ല, ഡിവിഷൻ ബെഞ്ചോ സുപ്രീം കോടതിയോ. പക്ഷെ ഇപ്പോഴാ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. അദ്ദേഹം ചോദിച്ചത് ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മളൊരു കേസിൽ പ്രതിയായി കോടതി ചെന്നാൽ ഉടനെ തന്നെ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ ആശുപത്രിയിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ICUയിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന പാലാരിവട്ടം പാലം വിഷയത്തിൽ ഇബ്രാഹിം കുഞ്ഞിന് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആക്കി. ഇന്ന് ഹൈക്കോടതി ചോദിച്ച രസകരമായൊരു ചോദ്യം, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ജയിലിൽ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇബ്രാഹിം കുഞ്ഞ് തെരഞ്ഞെടുപ്പിന് വേണമെങ്കിൽ മത്സരിക്കാം എന്ന രൂപത്തിൽ പറഞ്ഞു എന്നാണ്. തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ജയിലിൽ കിടക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിലെ അർത്ഥം എന്താ? ജയിലിലെ ഡോക്ടർമാരോട് അവർക്ക് വേണ്ട പരമാവധി സേവനം നൽകണം. ഇനി ഏതെങ്കിലും സേവനം ജയിലിൽ ഇല്ലെങ്കിൽ അത് പ്രത്യേകമായി പറഞ്ഞാൽ ആ രീതിയിൽ ജയിലിന് പുറത്തേക്ക് വിടാം എന്നാണ് ഹൈക്കോടതി. അത് കറക്റ്റായ കാര്യമാണ്. കാരണം സാധാരണ മനുഷ്യരൊക്കെ ജയിലിൽ കിടക്കുകയും നേതാക്കന്മാരും കയ്യിൽ കാശുള്ളവരും വലിയ ആളുകളുമായിട്ട് ബന്ധമുള്ളവരും ആശുപത്രിയിൽ കിടന്ന് സുഖവാസം അനുഭവിക്കുകയും ചെയ്യും. ഇതിന് ഏറ്റവും ശക്തി പകർന്ന മറ്റൊരു സംഗതി PC ജോർജാണ്. PC ജോർജിന്റെ വിദ്വേഷ പ്രസംഗം, ചാനൽ പ്രസംഗവും അതിനുശേഷമുള്ള കാര്യങ്ങളും വെച്ച് PC ജോർജിനെതിരെ കേസെടുത്ത് PC ജോർജ് പതിവ് പോലെ വലിയ നേതാവാണല്ലോ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, നെഞ്ചുവേദനയുണ്ടായി, അവിടെ ചെല്ലുമ്പോൾ നെഞ്ചുവേദന വരും, കുറെ കാലം ആശുപത്രി കിടന്നു, അത് കഴിഞ്ഞ് ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞ എന്താ പറയുക, എൻ്റെ അപ്പച്ചന് സർക്കാർ ചെലവിൽ എല്ലാ വൈദ്യപരിശോധനയും കിട്ടിയത്. അപ്പോ കോടതി ചോദിച്ചത് ഈ ജയിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ, മെഡിക്കൽ ടൂറിസം ആണോ? മെഡിക്കൽ ടൂറിസമാണ്. എന്തൊരു പരിപാടിയത്? സർക്കാരിന്റെ നാട്ടുകാരുടെ ചെലവിൽ എല്ലാവിധ പരിശോധനയും നടത്താൻ ഒരാൾക്ക് നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് പ്രതിയാവുക, അവിടെ ചെല്ലുക, കോടതിയിൽ ജാമ്യത്തിന് ചെല്ലുമ്പോൾ കോടതി റിമാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഉടനെ പറയുക, അയ്യോ എനിക്ക് നെഞ്ചുവേദന എന്ന് പറയുക, എന്നെ ആശുപത്രി കൊണ്ടുപോവുക, ഞാൻ പിന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ ടെസ്റ്റും എല്ലാം നടത്തുക, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പുറത്തേക്ക് വരിക. മെഡിക്കൽ ടൂറിസമാണോ ജയിൽ ശിക്ഷ എന്നാണ് ചോദിച്ചത്. ജയിലിൽ ഏതെല്ലാം ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളുണ്ട്? അവിടെ സംവിധാനങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാം. മനുഷ്യന്റെ ജീവൻ പ്രധാനമാണ്. പക്ഷെ ആനന്ദകുമാറിനെ പോലെ ഒരാൾ മുമ്പ് തന്നെ അദ്ദേഹം ആശുപത്രി കിടന്ന് ചില തരികടകളൊക്കെ കാണിച്ചു. മുമ്പ് ബാക്കിയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരെ ഇപ്പോഴും കേസെടുക്കാൻ ഇവിടെ പേടിയാണ്. കാരണം അദ്ദേഹത്തിന് ഇല്ലാത്ത കോണ്ടാക്ട് ഇല്ല. പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ഒക്കെ കൂടെ അനന്തകുമാറുണ്ട്, പടമുണ്ട്. അപ്പൊ അതുകൊണ്ട് അനന്തകുമാറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നത് സർക്കാരിന്റെ ആവശ്യമാണ്, സർക്കാരുകളുടെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ കള്ളക്കഥ ഉണ്ടാക്കിയത്. ഇയാൾക്ക് അസുഖമാണ്, ഹൃദ്രോഗമാണ്, മറ്റു രോഗമാണ്. കോടതി വളരെ ശക്തമായി തുറന്നടിച്ച് ചോദിച്ചു. സാധാരണ മനുഷ്യർ ചോദിക്കേണ്ട ചോദ്യമാണ് കോടതി ചോദിച്ചത്. ഇത് മെഡിക്കൽ ടൂറിസമാണോ, ആളുകൾക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടിയാണോ അവർ അറസ്റ്റ് ചെയ്യുന്നത്? ഇതിന് മറുപടി കിട്ടുക ഒന്നും ഉണ്ടാവില്ല. കാരണം രാഷ്ട്രീയ നേതാക്കൾ 1 ലക്ഷം പറയില്ല. കാരണം എല്ലാ പാർട്ടിക്കാർക്കും നാളെ വേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇങ്ങനെ പറയാൻ തോന്നിച്ചത് നമുക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്.